സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരുകയാണ്. പീക്ക് സമയങ്ങളിൽ നിയന്ത്രണം ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യമെന്നാണ് KSEBയും വൈദ്യുതി മന്ത്രിയും പറയുന്നത്. വൈദ്യുതി ലഭ്യതയിൽ 600 മെഗാവാട്ടിന്റെ കുറവുണ്ട്. എന്തായാലും തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വേദിയിൽ സംസാരിക്കുന്നതൊന്നും KSEB അറിഞ്ഞു കാണില്ല. മുഖ്യമന്ത്രി സംസാരിച്ച വേദിയിലും പവർ കട്ട്. 5 മിനിറ്റോളം മുഖ്യമന്ത്രി കാത്തിരുന്നു. പോർച്ചുഗീസുകാരുമായി സാമൂതിരി രാജാവ് ഏറ്റുമുട്ടുന്നത് കുഞ്ഞാലിമലക്കാർ നടത്തിയ വലിയ പോരാട്ടം, കടലിൽ നടത്തിയ വലിയ പോരാട്ടം, പരാജയപ്പെട്ടെങ്കിലും വീരോചിതമായ പോരാട്ടം. ഞാൻ സംഘാടകനായ അദ്ദേഹത്തിന് ടെൻഷനായി, സംഘാടകർക്ക് ടെൻഷനാവും, ഞാൻ ടെൻഷനാകാതെ അവിടെ ഇരിക്കാനോ. ഞാൻ എപ്പോഴും പറയും, ഓടുന്ന വണ്ടിയിൽ കയറി നമ്മൾ ഓടിയിട്ട് കാര്യമില്ല. വണ്ടി നിർത്തുമ്പോഴേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. കറണ്ട് വന്നാലേ സംസാരിക്കാൻ പറ്റുള്ളൂ. വെറുതെ ടെൻഷനായിട്ട് കാര്യമുണ്ട്. ഗോകുൽനാഥ് ഉണ്ട്. ഗോകുൽനാഥ്, മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരുന്ന വേദിയിൽ തന്നെ പവർ കട്ടാണ്. ചുരുക്കത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന നിലയിലാണ്. വീണ്ടും നമ്മൾ മെഴുകുതിരിയൊക്കെ തപ്പിത്തുടങ്ങി, ജനറേറ്ററൊക്കെ ഓണാക്കി തുടങ്ങി അല്ലേ? അരുൺകുമാർ, തീർച്ചയായും സംസ്ഥാന സമുദ്ര മിഷൻ സമുദ്ര 2026 കോൺക്ലേവിന്റെ വേദിയിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു. അതായത് സമയം കൃത്യം 7 മണി. ആ സമയം ഞാൻ കൃത്യമായി തന്നെ നോട്ട് ചെയ്ത്, കാരണം കൃത്യം 7 മണിയായി. ആ സമയത്ത് തന്നെ പവർ കട്ട് ഉണ്ടാവുകയും തുടർന്ന് മുഖ്യമന്ത്രി 5 മിനിറ്റോളം സമയം സംസാരിക്കാതെ വേദിയിൽ തന്നെ നിൽക്കേണ്ടതായി വന്നു. അത് ആ പോഡിയത്തിൽ തന്നെ നിന്നുകൊണ്ട് മുഖ്യമന്ത്രി ആളുകളോടൊക്കെ സംസാരിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി, പക്ഷേ നടന്നില്ല. അതായത് മൈക്കുണ്ടെങ്കിൽ മാത്രമേ ആ വേദിയുടെ ഒരു ഭാഗം മുതൽ അങ്ങേയറ്റം വരെ കേൾക്കുകയുള്ളൂ എന്നുള്ള സ്ഥിതി വന്നപ്പോഴാണ് മുഖ്യമന്ത്രി അവിടെ നിർത്തുകയും തുടർന്ന് ശാന്തനായി അവിടെ നിലയുറപ്പിക്കുകയും ചെയ്തു. ഏകദേശം 5 മിനിറ്റോളം സമയം മുഖ്യമന്ത്രിക്ക് യാതൊന്നും സംസാരിക്കാനായില്ല. തുടർന്ന് ഈ ഹോട്ടലിലെ ജനറേറ്റർ പ്രവർത്തിയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനായത്. ഏറ്റവും അവസാനം മുഖ്യമന്ത്രി ചില ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുവാൻ വേണ്ടിയുള്ള ഘട്ടമായിരുന്നു. അതിലായിട്ടുള്ള വെമ്പൽ കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ പവർ കട്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതായത് ഈ മിഷൻ സമുദ്രയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രി ഇന്ന് വേദിയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. അതായത് മറൈൻ ഈ മ്യൂസിയം അടക്കം സംസ്ഥാനത്ത് വരുന്നു. അതിനൊരു ക്യൂറേറ്ററെ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ അടുത്ത് ഇത്തരത്തിൽ പണമില്ല. ആ പണം ഇല്ലെങ്കിലും, ഖജനാവിൽ പണമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടെത്തി ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറയുന്ന ഘട്ടത്തിലാണ് ഈ കറണ്ട് പോവുകയും വൈദ്യുത പ്രതിസന്ധി ഉണ്ടാകുകയും തുടർന്ന് ജനറേറ്റർ പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടവും. എന്തായാലും KSEB അറിയിച്ചതുപോലെ തന്നെ പലയിടങ്ങളിലും 7 മണി മുതൽ തന്നെ ഈ പവർ കട്ട് ആരംഭിച്ചിട്ടുണ്ട്. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ സമയത്തേക്ക് ഈ പ്രതിസന്ധി തുടരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം KSEB വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ പവർ കട്ടിന്റെ ആവശ്യകത ഉള്ളതായിട്ടാണ് പറയുന്നത്. സംസ്ഥാനത്ത് 300 മുതൽ 400 മെഗാവാട്ട് വൈദ്യുതിയാണ് ഒരു ദിവസം വേണ്ടി വരുന്നത്. അതിന് KSEB മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന ചില ന്യായങ്ങളുണ്ട്. അതായത് സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ മഴ കുറവാണ് ലഭിച്ചത്. എലിനോ പ്രതിഭാസം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിശക്തമായ ഉഷ്ണതരംഗം ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഈ KSEB കാരണങ്ങളായിട്ട് പറയുന്നത്. എന്നാലും വരും ദിവസങ്ങളിലും അത്രത്തോളം ശക്തമായി തന്നെ ഈ പ്രതിസന്ധി തുടരാനുള്ള ഒരു സാധ്യത കൂടിയാണ് കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതിസന്ധി തുടരുന്ന ഘട്ടത്തിൽ തന്നെ എന്തായാലും KSEB ഈ നിയന്ത്രണങ്ങൾ തുടരുമെന്നുള്ള കാര്യം കൂടി വ്യക്തമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ അതായത് പവർ കട്ടിന്റെ രുചി നുണഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സംസാരിച്ച് തുടങ്ങി കൃത്യം 7 മണി സമയത്ത് തന്നെ പവർ കട്ട് ഉണ്ടാകുന്നു. അങ്ങനെ തിരുവനന്തപുരം നഗരഹൃദയത്തിലെ പ്രധാന ഇടങ്ങളിലെല്ലാം തന്നെ പവർ കട്ട് സാരമായി തന്നെ പലപ്പോഴും ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പവർ കട്ടിനും KSEBക്കും എന്ത് മുഖ്യമന്ത്രി സംസാരിച്ചാലും കറണ്ട് പോകും. കൃത്യം 7 മണിക്ക് കറണ്ടാകും.